ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ലൊക്കേഷനിലെത്തിയിരിക്കുകയാണ്. ഇപ്പം എൻ്റെ മുന്നിലുള്ളതാണ് ഹ്യൂമിയോൺ ടോംബ് എന്നുള്ളത്. ഇവിടെ ഒരു ഹ്യൂമിയോൺ രാജാവ് മുമ്പ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിന് വേണ്ടി നിർമ്മിച്ചുണ്ടാക്കിയ ഒരു കോട്ടയാണ് ഈ ഹ്യൂമിയോൺ ടോംബ് എന്നുള്ളത്. ഈ ഒരു ടോംബ് ഇൻസ്പയർ ചെയ്തിട്ടാണ് നമ്മുടെ ഈ താജ്മഹൽ ഇന്ന് കാണുന്നത്. ഈ ഹ്യൂമിയോൺ ടോംബിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ റെഡ് സാൻഡ് സ്റ്റോൺ കൊണ്ടും മാർബിൾസ് കൊണ്ടുമാണ് നമ്മുടെ ഈ ഒരു ഹ്യൂമിയോൺ ടോംബ് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിന് ഇത്തരത്തിലുള്ള വെള്ളയും അതുപോലെ തന്നെ ചുവപ്പ് നിറത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ പറഞ്ഞ ഹ്യൂമിയോൺ ടോം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടോമിനുള്ളിലാണ് ഹ്യൂമിയോൺ രാജാവ് ഉള്ളത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ കാലാനന്തരം ഇദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെട്ട സമയത്തും ഈ ടോമിന്റെ ഉള്ളിൽ ഒരു സൈഡിലായിട്ടാണ് അദ്ദേഹത്തിന്റെ ഭാര്യയെയും മറവ് ചെയ്തിരിക്കുന്നത്. ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ ഒരു ടോംബും അതുപോലെ തന്നെ ഈ ഒരു ഗാർഡനും കാണാൻ ദിവസേന 10,000-കണക്കിന് ആളുകളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. പിന്നെ ഈ ഒരു ഹ്യൂമിയോൺ ടോമിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നുള്ളത് നമ്മുടെ ഈ ഒരു വസ്തുവിലാസാനൊക്കെ ഉണ്ടല്ലോ, ഏതൊരു ഭാഗത്തു നിന്ന് നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഒരേപോലെ ആയിരിക്കും കാണാനുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഇതൊരു സിമ്മട്രിക് ആണ്. നമ്മൾ ജസ്റ്റ് എങ്ങനെ ഈ ഒരു ടോംബ് കട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് സെയിം ആയിട്ടുള്ള പാർട്ടുകളായിരിക്കും ലെഫ്റ്റ് റൈറ്റ് കിട്ടിയിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു ടോമിന്റെ മറ്റൊരു പ്രത്യേകത. ഏതായാലും ഈ ഒരു വീഡിയോയിൽ നിന്നൊരു ബ്രീഫായിട്ട് ഹ്യൂമിയോൺ ടോമിനെ കുറിച്ചിട്ട് ഒരു ബ്രീഫായിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ പോവാം. ഹ്യൂമിയോൺ ടോമിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്നുള്ളത് റെഡ് സാൻഡ് സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ ഒരു സൈഡിലായിട്ട് അവരുടെ ശവോ കുടീരോ കബറോ എന്താ പറയാ, ഗൈസ് എന്ന് പറയാം, ഗൈസ് എന്ന് പറയാം.